അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബക്കളിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചെറിയ നിരക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബക്കളിലെ ഉന്നത സ്ഥാനം കൈവരിച്ച ആളാണ്, പ്രമുഖരിൽപ്പെട്ട ആളാണ്. അതായത് മുത്തുനബിയുടെ എല്ലാ സ്വഹാബാക്കളും സ്വർഗാവകാശികളാണ്, അവർ സ്വർഗത്തിലേക്ക് കടക്കേണ്ടവരാണ്. എന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബാക്കളെ 10 ആൾക്കാർ സ്വർഗാവകാശികളാണെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കളുണ്ട്. അതിൽ സ്ഥാനം പിടിച്ച ആളാണ് ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. എന്നു മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കുടുംബ ബന്ധം കൂടി ബഹുമാനപ്പെട്ടവർക്കുണ്ട്. അതായത് മുത്തുനബിയുടെ അമ്മായി എന്ന് പറഞ്ഞാൽ തൻ്റെ ബാപ്പയായ അബ്ദുള്ള എന്നവർക്കുള്ള സഹോദരി, അതായത് അബൂ താലിബിൻ്റെ മകളായ സഫിയ എന്നവർക്കുള്ള മകനും കൂടിയാണ് ഈ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന അങ്ങനൊരു മുത്തുനബിയോട് വളരെ ബന്ധം, മുത്തുനബിയോട് വല്ലാത്ത സ്നേഹം, എന്ത് വിഷയത്തിലും മുത്തുനബിയോട് കൂടെ നിന്ന് എല്ലാ വിഷയത്തിലും മുത്തുനബിയോട് കൂടെ ഇടപെട്ട സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. വല്ലാത്ത ധൈര്യശാലിയായിരുന്നു. ഒരു വിഷയത്തിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ആരെ മുമ്പിലും പേടിക്കാത്ത ഒരാളായിരുന്നു. ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് കുറേ ആൾക്ക് ഇസ്ലാമിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ ശത്രുക്കളെ പേടിയായിരുന്നു. അത്രമാത്രം പീഡനയായിരുന്നു, അത്രമാത്രം അവർ ആക്രമിച്ചിരുന്നു. ഇത് കണ്ട് കുറേ ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്ന ആ കാലഘട്ടത്തു പോലും ആദ്യം തന്നെ ഇസ്ലാമിനെ സ്വീകരിച്ച 8 പേരിൽ ആദ്യത്തെ 8 പേരിൽ ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത അത്ഭുതമാണ്. അതിനേക്കാൾ അത്ഭുതം, അത് എത്രാം വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ ഇസ്ലാം സ്വീകരിച്ചത്? അവിടുത്തെ 15-ാം വയസ്സിലാണ് മുത്തുനബിയെ അവിടുന്ന് അംഗീകരിക്കുന്നത്. ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് ശത്രുക്കൾ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ എല്ലാ വിധത്തിലും ആക്രമിക്കാൻ ധൈര്യപ്പെടുന്ന ആ സമയത്ത് പോലും മുത്തുനബിയോട് കൂടെ ആ ആദ്യത്തിൽ തന്നെ തൻ്റെ 15-ാം വയസ്സിൽ മുത്തുനബിയോട് കൂടെ ഇസ്ലാമിൻ്റെ ജീവിതം തുടങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. മുത്തുനബിക്കൊക്കെ ബഹുമാനപ്പെട്ട ഒരു വല്ലാത്തൊരു ധൈര്യമായിരുന്നു. എന്തു വിഷയത്തിനും മുത്തുനബിയെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടാൽ അപ്പം തന്നെ മുന്നിൽ ചാടുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഈ ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് തന്നെ മുത്തുനബിയെ ആരോ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആ ആദ്യ കാലത്ത് തന്നെ മുസ്ലിമീങ്ങൾക്ക് വാള് പുറത്തെടുക്കാൻ പേടിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഹബീബിനെ ആരാണോ വേദനിപ്പിക്കാൻ വന്നത് എന്നും അവിടെ നിന്ന് അവനെ ഞാൻ വെറുതെ വിടൂല എന്ന് വളരെ ധൈര്യത്തോടുകൂടെ, വളരെ ആവേശത്തോടുകൂടെ, വളരെ ധീരതയോടുകൂടെ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുനബി താമസിക്കുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ ഓടിയെത്തുകയാണ്. തൻ്റെ കയ്യിൽ ഒരു പിടിച്ച വാളും കൂടിയുണ്ട്. മുത്തുനബി കണ്ടപ്പോൾ എന്താണ് സുബൈരെ, എന്ത് സംഭവിച്ചു, എന്തേ ഇങ്ങനൊരു വരവ് എന്ന് ചോദിച്ചപ്പോൾ, അല്ല നബിയെ, അവിടെ നിന്ന് എന്തോ ഒരു വിവരം കിട്ടിപ്പോയി, അങ്ങേക്ക് ആരോ വേദനിപ്പിച്ചു എന്നും ആരോ അവിടുന്ന് ആക്രമിച്ചു എന്നും. പക്ഷേ ആരെങ്കിലും ഒരാൾ മുത്തുനബിയെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവനെ ഞാൻ വെറുതെ വിടൂല എന്ന് ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അത്രമാത്രം മുത്തുനബിക്ക് ധൈര്യം കൊടുത്ത, മുത്തുനബിക്ക് കാവലായി നിന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. മുത്തുനബി എന്തു ജോലി, എന്തു വിഷയം, ഇസ്ലാമിൻ്റെ തുടക്കകാലത്തൊക്കെ കുറേ വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ടവൾ മുന്നിലുണ്ടായിരുന്നു. മുത്തുനബിയുടെ എല്ലാ വിഷയങ്ങളും എല്ലാ ചരിത്രങ്ങളൊക്കെ മുത്തുനബിയുമായി ബന്ധപ്പെട്ട്
നാം വായിക്കുമ്പോൾ അവിടെയെല്ലാം ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കേൾക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. ബദർ, ഉഹുദ്, ഖന്ദഖ്, ഹുദൈബിയ, ഫത്ഹ് മക്ക, യർമൂക്ക് യുദ്ധം, ഇങ്ങനെ പ്രധാനമായ എല്ലാ യുദ്ധങ്ങളിലും ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു മുന്നിലുണ്ടായിരുന്നു. എല്ലാ യുദ്ധത്തിലും ബഹുമാനപ്പെട്ടൊരു വല്ലാത്ത ആവേശമാണ്. ഒരിക്കലും പിന്മാറുന്ന വിഷയമില്ല. എല്ലാത്തിലും മുത്തുനബിയോട് കൂടെ ഒരിക്കലോ സ്വർഗം അല്ലെങ്കിൽ മുത്തുനബിക്ക് വിജയം കൈവരിച്ചു കൊടുക്കുക എന്ന ധീരതയോടുകൂടെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു മുന്നിട്ട് പ്രവർത്തിച്ച സ്വഹാബിയാണെന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മുത്തുനബിയുടെ സ്വഹാബാക്കളിലെ പ്രമുഖരായ കുറേ സ്വഹാബാക്കളുടെ വാപ്പയും കൂടിയാണ് ബഹുമാനപ്പെട്ടവർ. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ കുറേ മക്കൾ മുത്തുനബിയുടെ സ്വഹാബാക്കളാണ്. സ്വഹാബാക്കൾ എന്ന് പറയുമ്പോൾ എല്ലാം ഉന്നത സ്ഥാനത്തുള്ള വാപ്പനെപ്പോലെ എല്ലാ വിഷയത്തിലും മുത്തുനബിയോട് കൂടെ നിന്ന കുറേ സ്വഹാബാക്കൾ, 10ഓളം സ്വഹാബാക്കൾ ബഹുമാനപ്പെട്ടവരുടെ മക്കളായിരുന്നു എന്നതും ചരിത്രത്തിലെ വളരെ ഒരു അത്ഭുതമായ ഒരു വായനം കൂടിയാണത്. അതിൽ പ്രധാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അംർ റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ 10ഓളം സ്വഹാബികളുടെ വാപ്പയും കൂടിയാണ് ബഹുമാനപ്പെട്ടവർ. അതേസമയത്ത് ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ആരാണ്? അതും വളരെ ചരിത്രപരമായി നമുക്ക് പരിചയമുള്ള ഒരു മഹ്ദിയാണ്. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ അസ്മാ റളിയല്ലാഹു അൻഹുവാണ്. അസ്മാ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ നാം ധാരാളം പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മദീനയിലേക്ക് യാത്ര പോകുന്ന ആ സമയത്ത് മുത്തുനബിയും തൻ്റെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ താമസിച്ചിരുന്ന ആ സമയത്ത് ശത്രുക്കൾ ആരും കാണാതെ ആ ഗുഹയിൽ ബാപ്പാക്കും മുത്തുനബിക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഒരു മഹ്ദിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു എത്തിച്ചു കൊടുക്കണമെങ്കിൽ അത് വല്ലാത്തൊരു ധൈര്യമാണ്. കാരണം ആ സമയത്തൊക്കെ എവിടെയുണ്ട് മുത്തുനബി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയുണ്ട് എന്ന് എല്ലാവരും തേടി നടക്കുന്ന ആ സമയത്ത് ഒന്നും പേടിക്കാതെ വളരെ ധൈര്യത്തോടുകൂടെ എൻ്റെ മുത്തുനബിക്ക് വേണ്ടി ഞാൻ അവിടെ ഭക്ഷണം എത്തിക്കുമെന്നുള്ള ധൈര്യത്തോടുകൂടെ ആ വിഷയം കൈകാര്യം ചെയ്ത മഹ്ദിയാണ് അസ്മാ റളിയല്ലാഹു അൻഹു. ആ അസ്മാ റളിയല്ലാഹു അൻഹുവാണ് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ എന്നതും ഒരു ചരിത്രപരമായ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ടവർ മുത്തുനബി എന്ത് കാര്യം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അങ്ങോട്ടിങ്ങോട്ടും ഒന്നും നോൽക്കാതെ ഞാനത് ചെയ്യാമെന്ന് ഏറ്റെടുത്ത അത് ചെയ്യുമായിരുന്ന വളരെ ഭംഗിയായ ധൈര്യത്തോടു കൂടെ ചെയ്തു തീർക്കുന്ന സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഒരു ദിവസം സ്വഹാബാക്കളോട് മുത്തുനബി ആ ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് മുത്തുനബി ഒരു ആവശ്യപ്പെട്ടു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളോ, അതായത് ശത്രുപാളയിൽ പോയി അവരുടെ വിവരങ്ങളൊന്നും ശേഖരിച്ചു വരാൻ ആർക്ക് ധൈര്യമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചപ്പോൾ വളരെ ധൈര്യത്തോടു കൂടെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആരും നിർബന്ധിപ്പിക്കാതെ ഞാനുണ്ട് നബിയെ, ഞാൻ പോയി വരാം എന്ന് അവിടെ നിന്ന് വളരെ ഗൗരവത്തോടു കൂടെ പറയണം. അപ്പം മുത്തുനബി അത് ഒന്നാം തവണ സമ്മതിച്ചില്ല. രണ്ടാമതവണ ഒന്നും കൂടി ചോദിക്കുന്നു, വേറെ ആരെങ്കിലുമോ? അവിടെയും ബഹുമാനപ്പെട്ടൊരു വാശി പിടിക്കുകയാണ്, ഞാൻ പോയി വരാൻ നബിയെ, എനിക്കൊന്നും പേടിയില്ല, അത് ധൈര്യത്തോടു കൂടെ ഞാൻ പോയി വരാ എന്ന് മൂന്നാം തവണയും മുത്തുനബി ചോദിച്ചപ്പോൾ അവിടെ നിന്ന് വളരെ ഗൗരവത്തോടു കൂടെ അവിടെ നിന്ന് ധൈര്യത്തോടു കൂടെ പറഞ്ഞ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന് നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നത് കാണാം, നാളെ സ്വർഗത്തിൽ എല്ലാ അമ്പിയാക്കൾക്ക് അവരുടെ കൂട്ടുകാരിൽ നിന്ന്
ചില അംഗരക്ഷകന്മാരുണ്ടാവും, പക്ഷേ എൻ്റെ അംഗരക്ഷകനായി സ്വർഗത്തിലുണ്ടാവുക അത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണെന്ന് മുത്തുനബി സ്വഹാബാക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു മഹത്വമാണ്, എന്തൊരു സ്ഥാനമാണ് സ്വർഗത്തിൽ കടക്കുന്നതിന് യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല മുത്തുനബിയോട് കൂടെ ആ ആഖിറത്തിൽ പോലും ആ സ്വർഗത്തിൽ പോലും ഈ ദുനിയാവിൽ കൂടെ നിന്നതുപോലെ അവിടെയും കൂടെ നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമെന്നല്ലേ അതിൻ്റെ സൂചന. ഖൈബർ യുദ്ധം നടക്കുന്ന സന്ദർഭം ബഹുമാനപ്പെട്ടവർ ആ യുദ്ധത്തിലുണ്ടായിരുന്നു. ശത്രുപാളയിലെ റഹീബിൻ്റെ സഹോദരൻ യാസർ എന്ന് പറയുന്ന ഒരു ധിക്കാരിയായിരുന്നു ശത്രുപാലയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം ഖൈബറിലേക്ക് വന്നപ്പോൾ മുസ്ലിമീങ്ങളെ കൊച്ചാക്കിക്കൊണ്ട്, മുസ്ലിമീങ്ങളെ കുറവാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടെ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നേരിടാൻ ആരുണ്ട് എന്ന് ഒറ്റൊരു ചോദ്യം ചോദിക്കലോടുകൂടെ അവിടെ നിന്ന് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആ യാസറിനോട് നേരിടാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടി അവൻ്റെ മുന്നിൽ ബഹുമാനപ്പെട്ടവർ എടുത്തു ചാടി അവിടെ എത്തുകയാണ്. അങ്ങനെ ഖൈബർ യുദ്ധത്തിലെ വളരെ നിർണായകമായ ആ യാസറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു വളരെ ഗൗരവമായി അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം അതായത് ഈ യാസറും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹും രണ്ടാളും യുദ്ധം ചെയ്യുന്നത് ഇവരുടെ ഉമ്മയായ നേരത്തെ സൂചിപ്പിച്ച സ്വഫിയ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് ടെൻറ്റിൽ നിന്നിരുന്ന് ഇങ്ങനെ നോൽക്കുകയാണ്. ആ സമയത്ത് മുത്തുനബിയോട് ആ ഉമ്മ ചോദിച്ചു, അല്ല നബിയെ, എൻ്റെ മോന് കൊല്ലപ്പെടുമോ, എൻ്റെ മോന് ഷഹീദാകുമോ? അതിന് ഷഹീദായാൽ തന്നെ അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ, അവർക്കെയും തൻ്റെ മക്കളെ ദീനിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി അവർക്കെയും മാറ്റിവെച്ചവരാണല്ലോ. അങ്ങനെ മുത്തുനബിയോട് അവിടുന്ന് ചോദിക്കുകയാണ്, ഓ നബിയെ, ഇപ്പോൾ യാസറും എൻ്റെ മകൻ അവിടെ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്നല്ലോ നബിയെ, ഇതിൻ്റെ അവസ്ഥ എന്തായിത്തീരും? മുത്തുനബിക്കെല്ലാം അറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ ഒരു ചോദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഉമ്മ ചോദിച്ചപ്പോൾ ഉമ്മയോട് മുത്തനബി പറയാണ്, നല്ല പുഞ്ചിരിയോടും കൂടെ പറയാണ്, ഒന്നും പേടിക്കേണ്ട ഉമ്മ, തങ്ങളുടെ അങ്ങയുടെ മകൻ്റെ കയ്യിലായിട്ട് യാസിർ ഇപ്പോൾ വധിക്കപ്പെടുന്നുണ്ട്, യാസിർ ഇപ്പോൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന താമസം അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ആ യുദ്ധത്തിൽ യാസിറിന് അവിടെ നിന്ന് കൊല ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്ന് ഇസ്ലാമിന് വേണ്ടി തന്നിലാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ ഗൗരവത്തോടു കൂടെ പോരാടിയ മഹാനാണ് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇത് കേവലം മുത്തുനബിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, മുത്തുനബിയുടെ വഫാത്തിൻ്റെ ശേഷം, അവിടുത്തെ ജീവിതത്തിൻ്റെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫ് കാലഘട്ടത്ത് ഫലസ്തീനിലെ റോമക്കാരോടുകൂടെ മുസ്ലിമീങ്ങൾ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തിന് സ്വഹാബാക്കളെ അയച്ചിരുന്നു. അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് അവർ ഫലസ്തീനിലേക്ക് യുദ്ധം ചെയ്യാൻ പോയിരുന്നത്. അന്ന് ആ യുദ്ധം കുറേ കാലം ഇനി നടന്നപ്പോൾ ഇനിയും ആ യുദ്ധത്തിലേക്ക് തൻ്റെ മുസ്ലിമീങ്ങളുടെ സൈന്യം ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമതായി അവിടുന്ന് അയച്ചത് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ്. അങ്ങനെ ആ ഫലസ്തീനിലെത്തി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ രണ്ടാമത്തെ നേതൃത്വത്തോടുകൂടെ മുസ്ലിമീങ്ങളുടെ ആ സൈന്യം ഒന്നും കൂടി ശക്തിപ്പെടുകയും ആ റോമക്കാരെ പരാജയപ്പെടുത്തുകയും എന്ന വലിയൊരു വിപ്ലവം ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രകാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ കൂടെ പഠിക്കേണ്ട, വായിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ അവസാനമായി ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത് ഒരാളുടെ ചതി കാരണം കൊണ്ടാണ്. ജമൽ യുദ്ധത്തിൻ്റെ സമയത്ത് അലി റളിയല്ലാഹു അൻഹുമായി ചില സംസാരങ്ങൾ, ചില ചർച്ചകളൊക്കെ നടത്തി ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, തൻ്റെ യാത്രയുടെ കൂടെ ഉണ്ടായിരുന്ന ഇബ്നു ജർമൂസ് എന്ന് പറയുന്നവരാണ് അവിടെ നിന്ന്
കൊല ചെയ്യുകയാണ്. അതായത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു നിസ്കാരത്തിൻ്റെ സമയത്ത് നല്ല തക്കം നോക്കി ആ ഇബ്നു ജർമൂസ് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയാണ്, കൊല ചെയ്യുകയാണ്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ അടങ്ങിയ വളരെ ധീരനായ ധാരാളം പാഠങ്ങൾ, ധാരാളം മാതൃകകൾ ഈ ലോകത്തോട് പഠിപ്പിച്ച, ഇസ്ലാമിന് എല്ലാവിധത്തിൽ തന്നിലാകുന്ന സേവനങ്ങൾ ചെയ്ത് മുത്തുനബിയോട് കൂടെ നിന്ന, മുത്തുനബി പറഞ്ഞതുപോലെ നാളെ സ്വർഗത്തിൽ എൻ്റെ അംഗരക്ഷകനാണെന്ന് പറഞ്ഞ ആ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇനിയും ധാരാളം പഠിക്കേണ്ടതാണ്, ധാരാളം നാം മനസ്സിലാക്കേണ്ടതാണ്. അതിനുള്ള ഒരു ചെറിയൊരു സൂചനയാണ് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ പറഞ്ഞതും കേട്ടതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം റാഹത്താക്കി തരുമാറാവട്ടെ. ഇനിയും സ്വഹാബാക്കളെ കുറിച്ച് ധാരാളം പഠിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.